സ്നേഹമുള്ളവരെ, മനസ്സ് മരുഭൂമിയാകുന്നത് ജീവിതം തിരക്കേറുമ്പോഴാണ്. നൊമ്പരങ്ങളില്ലാത്ത, വേദനകളില്ലാത്ത, സ്ട്രെസ്സും ടെൻഷനുമില്ലാത്ത ജീവിതങ്ങളില്ല. ഈ ജീവിതത്തിൽ ഇങ്ങനെ വരുന്ന കാര്യങ്ങളോടൊക്കെ എങ്ങനെ നമ്മൾ പ്രതികരിച്ചു എന്നുള്ളതാണ് പ്രാധാന്യം. ജീവിതത്തിൽ ദൈവം അനുഗ്രഹങ്ങൾ ധാരാളം നൽകിയിട്ടുണ്ട്. എന്നാൽ ദുഃഖങ്ങളും നൊമ്പരങ്ങളും വന്നു കഴിയുമ്പം ആ അനുഗ്രഹങ്ങൾ മറക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ അവ പ്രദാനം ചെയ്ത സ്ട്രെസ്സിലൂടെ ജീവിതം വലിയ ദുഃഖത്തിൽ ആഴ്ന്നിരിക്കാം. എനിക്ക് പരിചയമുള്ള ഒരു വീട്ടമ്മയുണ്ട്. സാമ്പത്തികമായി നല്ല സുസ്ഥിതിയുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ആ സഹോദരിയെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചത്. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ സഹായങ്ങൾ നൽകുകയും ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ വലിയ ദുഃഖത്തിൻ്റെ, നൊമ്പരത്തിൻ്റെ കഥകളാണ് ആ സഹോദരിക്ക് പറയാനുള്ളത്. വിവാഹം കഴിച്ചു വന്നു, ഭർത്താവ് കുഴപ്പമില്ല, സ്നേഹമൊക്കെയുള്ള വ്യക്തിയാണ്. പക്ഷേ ഭർത്താവിൻ്റെ അമ്മായിപ്പൻ നന്നായിട്ട് മദ്യപിക്കുമായിരുന്നു. എന്നും വേദനയും ദുഃഖവുമാണ്. മദ്യപാനം മാത്രമല്ല, പലതരത്തിലുള്ള ദുഃഖങ്ങളിലൂടെ ഈ കുടുംബം കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ അവസ്ഥയിൽ വലിയ ഒരു സ്ട്രെസ്സിലൂടെയാണ് ഈ സഹോദരി കടന്നുപോയിക്കൊണ്ടിരുന്നത്. കൂടാതെ ആദ്യകാലങ്ങളിൽ ജീവിത പങ്കാളി ഒരു അടിമത്തത്തിനും അങ്ങനെ അടിമപ്പെട്ടില്ല. എന്നാൽ പതുക്കെ തൻ്റെ അമ്മായിപ്പൻ അടിമപ്പെട്ടതുപോലുള്ള അടിമത്തങ്ങളിലേക്ക് ജീവിത പങ്കാളിയും പതുക്കെ വഴുതി വീഴുകയാണ് ചെയ്യുന്നത്. കുടുംബത്തിൽ സന്തോഷമില്ല, സമാധാനമില്ല. പ്രത്യേകിച്ച് ഇവര് സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത് അമ്മായിമ്മയും മരുമകളും കുഞ്ഞുമക്കളും കൂടി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്തായിരിക്കാം ഇവര് രണ്ടുപേരും കയറി വരികയും വലിയ ബഹളങ്ങളും കോലാഹലങ്ങളും ഒക്കെ ഉണ്ടാക്കുകയും ചെയ്യുന്നത്. എന്തിനേറെ, മക്കൾക്ക് വെച്ച ഭക്ഷണം പോലും പുറത്തേക്ക് വലിച്ചെറിയുന്ന, വാഴച്ചൂട്ടിലേക്കൊക്കെ വലിച്ചെറിയുന്ന പ്രവണത. വലിയ ദുഃഖത്തിലൂടെ കടന്നുപോയി. ഈ സഹോദരിക്ക് 3 മക്കളും ഉണ്ടായി. അതിനിടയ്ക്ക് ഈ 3 മക്കളുടെ കാര്യങ്ങളെല്ലാം നിർവഹിക്കണം, മുമ്പോട്ട് കൊണ്ടുപോകണം. ഈ സഹോദരിയുടെ വീട്ടിൽ നിന്ന് സാമ്പത്തികമായ സഹായം കൊടുക്കുകയും ചെയ്തു. പക്ഷേ ആ സഹായം പോലും മേടിച്ചുകൊണ്ട് ഈ അടിമത്തങ്ങളിൽ അടിമപ്പെട്ടവർ അത് സ്വീകരിക്കുവാനും അല്ലെങ്കിൽ അത് തട്ടിപ്പറിച്ചെടുക്കുവാനും ശ്രമിച്ചു. വലിയ ദുഃഖമാ, നൊമ്പരമാ ഈ കുടുംബത്തിന് പ്രദാനം ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുന്നു, ഈ സഹോദരി ഈ ദുഃഖത്തിൻ്റെയും ഈ നൊമ്പരത്തിൻ്റെയും ഒക്കെ സമയത്ത് പ്രത്യേകിച്ച് തൊട്ടടുത്തുള്ള പ്രാർത്ഥനാ കേന്ദ്രത്തിൽ പോകുമായിരുന്നു. അങ്ങനെ പോയി പ്രാർത്ഥിക്കുന്ന, ശക്തി നേടുന്ന ഒരു സ്ഥിതിവിശേഷം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പതുക്കെ പതുക്കെ ശക്തി ലഭിച്ചു. ചില സമയത്തൊക്കെ ദുഃഖങ്ങളും വേദനകളും ഒക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് പറയുമായിരുന്നു. തീർച്ചയായിട്ടും പ്രാർത്ഥനയുടെ ഒരു സപ്പോർട്ട്, ദൈവം കൂടെയുണ്ട് എന്നുള്ളൊരു ബോധ്യമൊക്കെ കൊടുക്കുവാനായിട്ട് സാധിച്ചു. പതുക്കെ പതുക്കെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്നും ആ സഹോദരിയുടെ ജീവിതത്തിൽ ദുഃഖങ്ങളുണ്ട്, നൊമ്പരങ്ങളുണ്ട്. അമ്മായിപ്പൻ മരിച്ചുപോയി. പക്ഷേ ജീവിത പങ്കാളി അമ്മായിപ്പനേക്കാൾ കൂടുതലായിട്ട് ലഹരി പദാർത്ഥങ്ങളിലേക്ക് അടിമപ്പെട്ട നിമിഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ സമയത്തൊക്കെ ആ സഹോദരി ചെയ്തെന്താണെന്നറിയാമോ? ദൈവത്തിൽ ആശ്രയിക്കുകയും അതോടൊപ്പം തന്നെ തൻ്റെ പ്രാർത്ഥനകളിൽ മുടക്കം വന്നിട്ടില്ല. പ്രാർത്ഥന ആലയങ്ങളിലേക്ക് പോകുമ്പോൾ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നല്ല ഗൈഡൻസ് കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് പോകും. അവിടെ പ്രാർത്ഥനാപൂർവമുള്ള സൈക്കോളജിക്കലായിട്ടുള്ള കൗൺസിലിംഗ് ഒക്കെ സ്വീകരിക്കും. പതുക്കെ പതുക്കെ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാനായിട്ട് ശ്രമിച്ചു. ഇന്ന് ആ കുടുംബത്തിൽ സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. നമുക്കറിയാലോ, ഈ ലഹരി പദാർത്ഥങ്ങൾക്കൊക്കെ അടിമപ്പെട്ടവർ പൂർണ്ണമായൊരു മോചനം ദൈവിക ഇടപെടലുണ്ടെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ.
ആ ദൈവിക ഇടപെടൽ ആ കുടുംബത്തിലുണ്ടായി. എങ്കിലും ചില സമയത്തൊക്കെ ഈ സഹോദരിയുടെ ജീവിത പങ്കാളി വഴുതി വീഴാറുണ്ട്. അപ്പോഴും സ്നേഹത്തോടെ ചേർത്ത് നിർത്തി അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിവിശേഷം. ഇനി ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബത്തിൽ ഒരു സഹായമുണ്ടായിരുന്നത് അമ്മായിമ്മയായിരുന്നു. കാരണം എന്താ, ഈ അമ്മായിപ്പൻ്റെയും അതോടൊപ്പം തന്നെ ഈ മകൻ്റെയും ഒക്കെ ദുഃഖങ്ങൾ അറിയാമായിരുന്നു. എല്ലാം കണ്ടു വളർന്നാണല്ലോ ആ സഹോദരിയും ഉണ്ടായിരുന്നത് ആ കുടുംബത്തിൽ. അപ്പോൾ ഈ സഹോദരിയെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുമായിരുന്നു. സ്നേഹമുള്ളവരെ ഓർക്കുക, ദുഃഖങ്ങളും നൊമ്പരങ്ങളും ഒക്കെ വരുമ്പം നമുക്ക് സഹിക്കാൻ പറ്റാവുന്നതിൽ കൂടുതൽ ദുഃഖങ്ങളും നൊമ്പരങ്ങളും ദൈവം തരത്തില്ല പ്രിയപ്പെട്ടവരെ. ഇനി ആ ദുഃഖങ്ങളെയും നൊമ്പരങ്ങളെയും നമ്മൾ എങ്ങനെ നേരിടുന്നു എന്നുള്ളതാണ് പ്രാധാന്യം. ഇന്ന് ഈ സഹോദരിയുടെ 3 മക്കളും നല്ല നിലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. അവർ എപ്പോഴും മാതാപിതാക്കന്മാരെ വിളിക്കും, കൂടുതലായി ഈ സഹോദരിയെ വിളിക്കും. അമ്മയ്ക്ക് സുഖമാണോ, അമ്മ അധികം കഷ്ടപ്പെടരുതേ എന്നൊക്കെയുള്ള സ്നേഹാശ്വാസ വാക്കുകളൊക്കെ കൊടുക്കും. ആ മക്കള് ജീവിതത്തിൽ ഒരിക്കലും പതറില്ല. കാരണം എന്താ, ആ സഹോദരി പറയും, അച്ചോ അത്രമാത്രം കഷ്ടപ്പാടിലൂടെ വേദനയിലൂടെ ദുഃഖത്തിലൂടെയാ ഞാൻ ഈ മക്കളെ വളർത്തിക്കൊണ്ട് വന്നത്. അവരെന്നോട് ചേർന്ന് നിൽക്കും. അവർക്ക് അപ്പനും അമ്മയും അങ്ങനെയുള്ള തിരിച്ചു വ്യത്യാസമൊന്നുമില്ല. അവരെയും ഒരുമിപ്പിച്ചു കൊണ്ടുപോകുവാൻ അവർ ശ്രമിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ ദുഃഖമുണ്ട്, നൊമ്പരമുണ്ട്. പക്ഷേ ആ നൊമ്പരത്തെയും ദുഃഖത്തെയുമൊക്കെ നേരിടുവാനായിട്ട് ഒരു സഹോദരി ശ്രമിച്ചു. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും ഇതുപോലുള്ള ദുഃഖങ്ങളിലൂടെ നൊമ്പരങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അതിനെയൊക്കെ അതിജീവിക്കുവാനുള്ള കൃപയും ശക്തിയും ദൈവം നൽകിയിട്ടുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 40-ാമത്തെ അധ്യായത്തിലെ 31-ാമത്തെ വചനം നമുക്കറിയാം. കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. ഓടിയാൽ ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയില്ല. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ദുഃഖങ്ങളും ഒരുപക്ഷെ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്, ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത്, ജീവിതത്തിൻ്റെ അർത്ഥമെന്താ, അല്ലെങ്കിൽ ഇനി ഇങ്ങനെ ജീവിക്കണോ, ഒന്ന് മരിച്ചാൽ മാത്രം മതിയേ എന്ന് പോലും ചിന്തിക്കുന്ന വ്യക്തികൾ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ വചനം പറയുന്നത് എന്താ, നിന്റെ ദുഃഖവും നൊമ്പരവും എത്രമാത്രമായാലും നീ എന്നിൽ ശരണപ്പെട്. ആ സമയത്ത് ആ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുവാനുള്ള വലിയൊരു വിസ്ഡം, ജ്ഞാനം നിനക്ക് ഞാൻ നൽകാം. ദൈവത്തോടെ ചേർന്ന് നിൽക്കുന്നവൻ, അതെ, കർത്താവിൽ ആശ്രയിക്കുന്നവർ, പ്രിയപ്പെട്ടവരെ, വീണ്ടും വീണ്ടും ശക്തി പ്രാപിക്കും. എത്രമാത്രം ജീവിതം തകർന്ന് തരിപ്പണമായി പോകുന്ന അവസ്ഥയിലൂടെ വന്നാലും പ്രിയപ്പെട്ടവരെ, കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഒരുപക്ഷെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ചിലരൊക്കെ ദുഃഖത്തിൻ്റെ, നൊമ്പരത്തിൻ്റെ, പ്രത്യേകിച്ച് രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുണ്ടാവാം. നിങ്ങളുടേതായ രോഗമുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ രോഗം മൂലം വേദനിക്കുന്നവരുണ്ടാവാം, ദുഃഖമുണ്ടാവാം. നമുക്ക് ഈ രോഗങ്ങളെയൊക്കെ എങ്ങനെയാ അതിജീവിക്കുവാനായിട്ട് സാധിക്കുക? ഒരു സഹോദരൻ എന്നോട് ഷെയർ ചെയ്തു, അച്ചോ ഏകദേശം 32-33 വയസ്സായപ്പോഴത്തേക്കും പ്രമേഹം പിടിപെട്ടു. നല്ല രീതിയിൽ ഞാൻ ജോലിയൊക്കെ ചെയ്ത് കഠിനാധ്വാനം ചെയ്ത് ജീവിച്ച വ്യക്തിയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഏകദേശം 35-36 വർഷമായി ഈ രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകുവാനായിട്ട് തുടങ്ങിയിട്ട്. മരുന്ന് കഴിച്ച് മടുത്തു വച്ചു. പിന്നെ കൂട്ടിച്ചേർത്തു, മരുന്ന് എങ്ങനെയെങ്കിലും കഴിക്കാം, പക്ഷേ ഈ ഇൻസുലിൻ എടുക്കുക എന്നുള്ളതാണ് ഭയങ്കര വിഷമം. ദിവസം 2 അല്ലെങ്കിൽ 3 പ്രാവശ്യം ശരീരത്തിലേക്ക് ഇഞ്ചക്ഷൻ വെക്കണം, സിറിഞ്ച് കുത്തിയിറക്കണം. ഇപ്പോഴത് വളരെ ഈസി ആയിട്ട് എടുക്കാനുള്ള മെത്തേഡുകളൊക്കെ ഉണ്ട് പ്രിയപ്പെട്ടവരെ. അപ്പം അദ്ദേഹത്തിന് ഇൻസുലിൻ എടുക്കുക എന്നുള്ളത്, ആ സൂചിയുടെ മോന ശരീരത്തെ സ്പർശിക്കുക എന്നുള്ളത് ഭയങ്കര പേടിയുള്ള അല്ലെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ട് പ്രദാനം ചെയ്യുന്ന കാര്യമാണ്. ഭയങ്കരമായ അസ്വസ്ഥത, പറ്റുന്നില്ല. ഇനി എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാനിങ്ങനെ ഈ രോഗവും വഹിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കണ്ടേ?
എവിടെയെങ്കിലും യാത്ര ചെയ്യാനായിട്ട് പറ്റുമോ? കാരണം എന്താ, ദിവസം 2 അല്ലെങ്കിൽ 3 പ്രാവശ്യം ഇൻസുലിൻ എടുക്കണം. എന്തു ചെയ്യും? ഇങ്ങനെ വേദനിക്കുന്ന, ഇത് ചെറിയൊരു കാര്യമാണ്, ഇതിനേക്കാൾ വലിയ വലിയ രോഗങ്ങൾ വേറെയുണ്ട് പ്രിയപ്പെട്ടവരെ. ഇപ്പോൾ ഇവിടെ ഈ സഹോദരൻ ഇങ്ങനെ പങ്കുവച്ചു. പക്ഷേ ഞാനൊരു മറുചോദ്യം ചോദിച്ചു. സഹോദര, ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളുണ്ട്, ഇത് മരുന്നൊക്കെ വേണം, ഇത് നമുക്ക് നിയന്ത്രിച്ചു കൊണ്ടുപോകുവാനായിട്ട് സാധിക്കും. അത് ഡോക്ടർ പറയുന്നത് പോലെയുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കാറുണ്ടോ? അദ്ദേഹം പറഞ്ഞു, അതൊക്കെ പാലിക്കാനായിട്ട് പറ്റുമോ? കാരണം എന്താ, ഞാൻ കഠിനാധ്വാനം ചെയ്താണ് ജീവിക്കുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് വിശക്കും, എനിക്കിഷ്ടമുള്ള ഭക്ഷണം കഴിക്കണം. ഞാൻ പറഞ്ഞു, ദൈവത്തിന് നന്ദി പറ, ഇത്രയും വർഷങ്ങളൊക്കെ ജീവിക്കാനായിട്ട് സാധിച്ചല്ലോ. പതുക്കെ പതുക്കെ ഡോക്ടർ പറയുന്ന പോലുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കുമ്പോൾ, അതോടൊപ്പം തന്നെ ചില വ്യായാമ മുറകളുണ്ട്, അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ ഈ ഇൻസുലിൻ്റെ അളവ് കുറച്ചു കൊണ്ടുവരുവാനായിട്ട് സാധിക്കും. ചിലപ്പോൾ ഈ 3 പ്രാവശ്യം എടുക്കേണ്ടത് 1 പ്രാവശ്യമായിട്ടൊക്കെ കുറയ്ക്കാനായിട്ട് പറ്റും. ശ്രമിച്ചു നോക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അദ്ദേഹം ശ്രമിച്ചു. അങ്ങനെ പതുക്കെ പതുക്കെ ആ ഇൻസുലിൻ്റെ അളവുകളൊക്കെ കുറച്ചു കൊണ്ടുവരുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. സ്നേഹമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം ഇതാണ്. ജീവിതത്തിൽ ദുഃഖത്തിൻ്റെയും രോഗത്തിൻ്റെയും നിമിഷങ്ങളുണ്ടാവാം. അവ പ്രദാനം ചെയ്യുന്ന സ്ട്രെസ്സ്, ടെൻഷനൊക്കെ ഭയങ്കരമാണ്. ഇനി ഈ രോഗം എന്നെ പിടിപെട്ടല്ലോ, ഈ രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ എങ്ങനെ എനിക്ക് മുമ്പോട്ട് കടന്നു പോകുവാൻ സാധിക്കുക? അങ്ങനെയൊക്കെ ചിന്തിച്ച് മരവിച്ചു പോകുന്ന ജീവിതങ്ങളുണ്ട്. കാരണം ഒരു പ്രതീക്ഷയില്ല, ഒരു പ്രത്യാശയുമില്ലാത്ത ഒരവസ്ഥയിലൂടെ. ഇനി വേറൊരു സഹോദരനെ ഞാൻ കണ്ടു. അദ്ദേഹം ഏകദേശം 76-77 വയസ്സ് പ്രായമുള്ള ഒരു സഹോദരൻ എന്നോട് ഒരു നിറപുഞ്ചിരിയോടുകൂടി പറഞ്ഞു, അച്ചോ, എനിക്ക് സന്തോഷമാണ്. ഞാൻ ചോദിച്ചു, എന്താ പറ്റി ഇത്രമാത്രം സന്തോഷിക്കാൻ? അത് അച്ഛൻ എൻ്റെ അടുത്തിരുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, അച്ചോ, കഴിഞ്ഞ വർഷങ്ങളെല്ലാം, പ്രത്യേകിച്ച് ജീവിതത്തിൽ ഇത്രയും കാലം എനിക്ക് സന്തോഷകരമായിട്ട് ജീവിക്കാനായിട്ട് സാധിച്ചു. എനിക്ക് നന്ദിയുണ്ട്. ഇനി ഒരു ചെറിയൊരു കാര്യം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംഭവിച്ചു. സ്റ്റൊമക്കിന് വേദനയായിട്ട് ആശുപത്രിയിലൊക്കെ പോയി ഡോക്ടേഴ്സ് പരിശോധിച്ചു. അപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഉദരത്തിൽ ക്യാൻസർ ബാധിച്ചിരിക്കുകയാണ്. ഇനി ഒന്നും ചെയ്യുവാനായിട്ട് സാധ്യമല്ല, ഒരു കാര്യവും ചെയ്യാനായിട്ട് സാധ്യമല്ല. കാരണം കീമോതെറാപ്പിയിലൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ അത് വേഴ്സ് ആവുകയുള്ളൂ. ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒരു ട്രീറ്റ്മെൻറ്റും വേണ്ട, ഞാനിത് അക്സെപ്റ്റ് ചെയ്തു. കാരണം എന്താ, ഇത്രയും വർഷം എനിക്ക് സന്തോഷത്തോടെ മക്കളോടൊപ്പവും അധ്വാനിച്ചുമൊക്കെ ജീവിക്കാനായിട്ട് സാധിച്ചു. അദ്ദേഹം കൂട്ടിച്ചേർത്തു, അച്ചോ, ആദ്യം ഇത് ഡോക്ടർ പറഞ്ഞപ്പം 1-2 ദിവസത്തേക്ക് ഭയങ്കര വിഷമമായിരുന്നു, ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചില്ല. എന്നാൽ ഞാൻ എൻ്റെ മനസ്സിനെ പതുക്കെ പരുവപ്പെടുത്തി. എനിക്കിപ്പം വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ചിലപ്പോൾ നന്നായിട്ട് ക്ഷീണം തോന്നും, ചിലപ്പം വിശപ്പ് കുറവുണ്ടാവും, ചില സന്ദർഭങ്ങളിൽ ഞാൻ ഛർദ്ദിക്കും. ഇതൊക്കെ ഇതിൻ്റെ പാർട്ടാണെന്ന് ഞാൻ അങ്ങ് അക്സെപ്റ്റ് ചെയ്തു. പിന്നീട് അങ്ങനെ ഒത്തിരി വിഷമം വരുമ്പം എൻ്റെ മക്കൾ എന്നെ ആശുപത്രി കൊണ്ടുപോകും, ട്രിപ്പിടും. അങ്ങനെ ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോൾ തിരിച്ചു വരും. എന്നോട് പങ്കുവെച്ചു, അച്ചോ, ജീവിതം ഇനി എത്ര നീളുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഒരു സന്തോഷമുണ്ട്. കാരണം എന്താ, ഈ കഴിഞ്ഞ 76-77 വർഷങ്ങൾ എനിക്ക് ആരോഗ്യത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് സാധിച്ചു. ഞാൻ ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ മക്കളൊക്കെ പഠിച്ച് നല്ല നിലയിലെത്തി. അവരെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനമേ ഉള്ളൂ. പിന്നെ ഇനി മുമ്പോട്ട് നോക്കുമ്പം വൈദ്യശാസ്ത്രം പറയുന്നത് അധികം നാളുകളൊന്നും ഇല്ല എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് ബോധ്യമുണ്ട്, ദൈവം എനിക്ക് കുറച്ചു നാളും കൂടെ ഈ ഭൂമിയിൽ സന്തോഷകരമായിട്ട് ജീവിക്കുവാനായിട്ട് ഇടവരുത്തുമെന്ന്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, വചനം ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ടോ? അദ്ദേഹം പറഞ്ഞു, അച്ചോ, ഞാൻ അച്ഛൻ തന്ന വചനമൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. ഞാനൊരു വചനം കൊടുത്തായിരുന്നു, ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിലെ 17-ാമത്തെ അധ്യായത്തിലെ 14-ാമത്തെ വചനം. ഏത് രോഗികൾ വന്നാലും ഈ വചനമാണ് ഞാൻ കൊടുക്കാറുള്ളത്. കാരണം ഈ വചനം വായിച്ച് മനസ്സിൽ ഒരു സന്തോഷം ലഭിച്ചവരൊക്കെ ധാരാളമാണ് എൻ്റെ അനുഭവങ്ങളിൽ നിന്ന്. ഇതിനു മുമ്പുള്ള എപ്പിസോഡിൽ നിന്നൊക്കെ വ്യക്തമായ രീതിയിൽ വലിയ വലിയ സാക്ഷ്യങ്ങൾ ഈ വചനം വായിച്ചുണ്ടായവർക്ക്, പ്രാർത്ഥിച്ചുണ്ടായവരുടെ സാക്ഷ്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ സഹോദരൻ ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. ജെറമിയ 17:14, കർത്താവെ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സുഖമാക്കപ്പെടും. കർത്താവെ, എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷിക്കപ്പെടും. അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. ഈ വചനം അദ്ദേഹം
പലപ്പോഴും ചൊല്ലാറുണ്ട്. ചിലപ്പോൾ സന്ധ്യയിലും പ്രത്യേകിച്ച് രാത്രികാലങ്ങളിലൊക്കെ ഉറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് അല്പം മയങ്ങാൻ കിടക്കുന്ന സമയത്തൊക്കെ വലിയൊരു പെയിൻ, സ്റ്റൊമക്കിലെന്തോ ഇങ്ങനെ ഭയങ്കരമായ അസ്വസ്ഥത ഉണ്ടാവും. അദ്ദേഹം തൻ്റെ കൈകൾ ഉദരത്തോട് ചേർത്ത് വെച്ച് ദൈവമേ അങ്ങനെ സ്പർശിക്കണമേ എന്ന് പറഞ്ഞ് ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ എന്നോട് അദ്ദേഹം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കണം. ഇവിടെ എങ്ങനെയാ ജീവിതത്തെ നോക്കിക്കാണുന്നത്? ഈ രണ്ടു കൂട്ടരും, പ്രത്യേകിച്ച് ഈ പ്രമേഹം വന്ന വ്യക്തിയും ഈ ക്യാൻസർ എന്ന രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയും ജീവിതത്തെ എങ്ങനെയാ നോക്കിക്കണ്ടത്? രണ്ടാമത്തെ ആ വ്യക്തി, അദ്ദേഹം ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടത്, ആർക്കും ഉൾക്കൊള്ളുവാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ വേദന ഉള്ളപ്പോൾ പോലും അതിനെ അക്സെപ്റ്റ് ചെയ്യുവാനായിട്ട്, ഉള്ള കാലം സന്തോഷമായിട്ട് ജീവിക്കണം, സ്ട്രെസ് ഇല്ലാതെ ജീവിക്കണം, ആ ഒരു തീരുമാനം. കാരണം എന്താ, നമ്മുടെയൊക്കെ മനസ്സ് ഒന്ന് വേദനിച്ചാൽ, ദുഃഖമുണ്ടായാൽ നമ്മുടെ കൂടെയുള്ളവർക്കും ഭയങ്കര ദുഃഖമായിരിക്കും. ചില വ്യക്തിത്വങ്ങളുണ്ട്, അതായത് ഉള്ളിൻ്റെ ഉള്ളിൽ എത്രമാത്രം ദുഃഖവും വേദനയും സ്ട്രെസ്സും ഒക്കെ ഉണ്ടായാലും അത് പുറത്ത് പ്രകടിപ്പിക്കില്ല. പുറത്ത് ഒരു നിറപുഞ്ചിരിയോടുകൂടെ ആയിരിക്കും. അങ്ങനെ വന്നു കഴിയുമ്പം ചുറ്റോട് ചുറ്റും നിൽക്കുന്നവർക്ക് ഒരു ആത്മീയമായ അന്തരീക്ഷമാണ്. കാരണം എന്താ, ഈ വേദനയെ അദ്ദേഹം ഈ ചിരിയായിട്ട് മാറ്റുക. ഉള്ളിൻ്റെ ഉള്ളിൽ വേദനയുണ്ടെന്നൊക്കെ അറിയാം. അവരും ആ ചേർന്ന് നിൽക്കുവാനായിട്ട്, ആ ദുഃഖത്തിലേക്ക് പോകാതെ അവരും ചേർന്ന് നിൽക്കാൻ, സർവോപരി ആ വ്യക്തിയൊന്ന് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. സ്നേഹമുള്ളവരെ, ആയതിനാൽ നമുക്ക് സ്ട്രെസ്സുണ്ട്, ടെൻഷനുണ്ട്. ഇത് ദൈവം തന്നതാണ് എന്ന് വിചാരിക്കാം. ഇനി ചിലതൊക്കെ നമ്മൾ വരുത്തി വയ്ക്കുന്ന കാര്യങ്ങളുമുണ്ട്. പക്ഷേ ദൈവം തരുന്നത്, ഇനി നമ്മൾ വരുത്തി വയ്ക്കുന്നത് എന്തായാലും അല്പസമയം നമുക്കൊന്ന് നിശബ്ദമാകാം ഇതിങ്ങനെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ. ഞാൻ ആദ്യം സൂചിപ്പിച്ചില്ലേ, ജീവിതം മരുഭൂമിയായി തീരുന്ന എപ്പോഴാണ്? ജീവിതം തിരക്കേറുമ്പോഴാണ് മനസ്സ് മരുഭൂമിയായി തീരുന്നത്. അങ്ങനെ തിരക്കുള്ള സമയത്ത് ബോധപൂർവം കുറച്ച് സമയം നിശബ്ദമാകാൻ, കുറച്ചു നേരം പോസ് ചെയ്യുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം. നമുക്കറിയാലോ, പ്രത്യേകിച്ച് ഡ്രൈവൊക്കെ ചെയ്ത് ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന വ്യക്തികൾ, അവർ 6-7 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഡ്രൈവ് ചെയ്ത് മുമ്പോട്ട് പോകും. ആ സമയത്തൊക്കെ പ്രത്യേകിച്ച് വാഹനം നിർമ്മിച്ചവരല്ലെങ്കിൽ ആ കമ്പനിയിൽ നിന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, നിങ്ങൾ ഇത്ര മണിക്കൂറിൽ കൂടുതൽ വണ്ടി, വാഹനങ്ങൾ, നിങ്ങൾ ഉപയോഗിക്കുന്ന കാറ് തുടർച്ചയായിട്ട് ഉപയോഗിക്കരുത്. 6 അല്ലെങ്കിൽ 7 മണിക്കൂർ കഴിയുമ്പം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ എൻജിൻ ഓഫ് ചെയ്തിടണം. അങ്ങനെ പറയാറുണ്ട്. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെയാണ് ഇങ്ങനെ കൂടുതൽ യാത്രകളുമായിട്ട് ആൾക്കാർ പോകാറുള്ളത്, നോൺ സ്റ്റോപ്പായിട്ട്. സ്നേഹമുള്ളവരെ, അതുപോലെ ജീവിതം മുമ്പോട്ട് പോകുന്ന അവസരങ്ങളിൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം. ഇങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് പോകുന്ന സമയത്ത് ബോധപൂർവം സ്റ്റോപ്പ് ചെയ്യുവാനായിട്ട് ശ്രമിക്കണം. ഇനി നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഇനിയുമുണ്ട് പലതരത്തിലുള്ള സ്ട്രെസ്സ് പ്രദാനം ചെയ്യുന്ന മേഖലകളൊക്കെ. ജോലി സംബന്ധമായ സ്ട്രെസ്സുണ്ട്. കാരണം എന്താ, ഇപ്പം പഴയ കാലങ്ങളെ പോലെയല്ല. കോവിഡിന് ശേഷം പ്രത്യേകിച്ച് IT ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് സാധാരണഗതിയിൽ 9 മണിക്കൂർ തൊട്ട് 12 മണിക്കൂർ വരെ ജോലി ചെയ്താൽ മതിയായിരുന്നു. എന്നാൽ ചില കമ്പനികൾ അവർ ഇത്ര മണിക്കൂർ ചെയ്യണമെന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും അവരുടെ ടാർഗറ്റ് തീർക്കാനായിട്ട് ചിലപ്പോൾ 16-18 മണിക്കൂർ ജോലി ചെയ്യുന്നവരുണ്ട്. എനിക്കറിയാം അവരെയൊക്കെ. ചില സമയത്ത് പ്രൊജക്റ്റ് റിലീസിങ് പോലെയുള്ള കാര്യങ്ങൾ വരും. ചിലപ്പോൾ 24 മണിക്കൂർ തൊട്ട് 27 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് ആകെ ടയേർഡായിട്ട് വരുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, വലിയ സ്ട്രെസ്സാണ് ഇതിലൂടെ കടന്നു പോകുമ്പം. കാരണം എന്താ, ജീവിത പങ്കാളിയോ മക്കളെയോ ഒന്നും ശ്രദ്ധിക്കാനോ ശ്രമിക്കാനോ പറ്റാത്ത ഒരവസ്ഥ. ഇവിടെ ജോലി ചെയ്തില്ല എങ്കിൽ കുടുംബം മുമ്പോട്ട് കൊണ്ടുപോകുവാനായിട്ട് പറ്റില്ല. പക്ഷേ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ ഈ കാറിൻ്റെ, വീടിൻ്റെ ലോണൊക്കെ അടയ്ക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. എന്താണ് നമുക്ക് ചെയ്യുവാനായിട്ട് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ചെയ്യുവാൻ സാധിക്കുക? പ്രിയപ്പെട്ടവരെ, ഈ ജീവിതത്തിൽ ദൈവം നമുക്ക് കഴിവ് തന്നിട്ടുണ്ട്.
ഇതുപോലെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളൊക്കെ സമ്പത്തുണ്ടാക്കുന്നത് ജീവിക്കാനാണ്. ഇങ്ങനെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പം വലിയ സ്ട്രെസ്സ് നമുക്ക് പ്രദാനം ചെയ്യുന്ന ജോലികളൊക്കെ നമ്മളത് പതുക്കെ പതുക്കെ അതിൽ നിന്ന് മാറിയിട്ട് നമുക്ക് സന്തോഷവും സമാധാനവും നൽകുന്ന ജോലികളിലേക്ക് തിരിച്ചു പോകണം. ഇപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താ? നല്ല ശമ്പളമുള്ള വ്യക്തികളുണ്ട്, നല്ല ശമ്പളം. വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്നൊരു വ്യക്തി അദ്ദേഹത്തിനോട് പറയാം, അച്ചോ ആഴ്ചയിൽ 5 ദിവസം എനിക്ക് നല്ല ഹാർഡ് വർക്കാണ്, ഞാൻ മണിക്കൂറുകൾ ജോലി ചെയ്യും, ഓവർ ടൈം ചെയ്യും, പക്ഷേ ഒന്നും മിച്ചം വെക്കാനില്ല, നീക്കിയിരിപ്പില്ല. ആഴ്ചയുടെ അവസാനം ഒന്ന് ഷോപ്പിങ്ങിന് പോയാൽ, വീട്ടിലുള്ളവരെയും കൊണ്ടൊന്ന് ഷോപ്പിങ്ങിന് പോയാൽ എല്ലാം തീരും. ഞാൻ എന്താ ചെയ്യുന്നറിയാമോ? കഴിഞ്ഞ ആഴ്ചയിൽ 5 ദിവസവും ഞാൻ ടൈറ്റ് സ്കെഡ്യൂളായിരുന്നു. അവരെ കെയർ ചെയ്യാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ അവരെ പ്ലീസ് ചെയ്യാനായിട്ട് അവർക്ക് വേണ്ടതൊക്കെ ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ ഷോപ്പിങ്ങിന് പോയിട്ട് മേടിച്ചു കൊടുക്കും. പിന്നെ വേറൊന്നും മിച്ചം വെക്കുവാനായിട്ട് ഒന്നുമില്ലാത്ത അവസ്ഥ. പിറ്റത്തെ ആഴ്ച വീണ്ടും ഓവർ ടൈം ചെയ്ത് ജീവിക്കാനായിട്ട് ശ്രമിക്കും. പ്രിയപ്പെട്ടവരെ, ചിലതൊക്കെ നമ്മൾ വരുത്തി വെക്കുന്നത് ആ ജീവിതത്തിൽ കുറച്ചൊക്കെ നേടിയാൽ മതി, പക്ഷേ ആ നേടിയത് കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? അതാണ് ഏറ്റവും വലുത്. പ്രിയപ്പെട്ടവരെ, പാവപ്പെട്ട കർഷകരുണ്ട്. അവരെങ്ങനെയാണ് ജീവിക്കുന്നത്? അവർക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്. എനിക്കറിയാം ചില കുടുംബങ്ങളെയൊക്കെ പെൻഷൻ അവർക്കൊക്കെ കിട്ടുന്നത് 2000 രൂപ. ഇപ്പോഴത്തെ സമയത്ത് 2 പേരുണ്ടെങ്കിൽ 4000 രൂപ കിട്ടും. ഈ 4000 രൂപ കൊണ്ട് ഇനി കുറച്ചൊക്കെ വീട്ടിൽ നിന്ന്, കാരണം കർഷകരാണ്, 1000 1500 രൂപയുടെ വരുമാനമൊക്കെ അവർക്ക് അവരുടെ വീട്ടിൽ നിന്ന് കിട്ടുള്ളൂ. ഈ 5500 അല്ലെങ്കിൽ 6000 രൂപ കൊണ്ട് ഒരു മാസം സുന്ദരമായിട്ട് അവർ മുമ്പോട്ട് കൊണ്ടുപോകും. അതിൻ്റെ അകത്ത് അവരുടെ മരുന്നുകളുണ്ട്, അവർ മേടിക്കുന്ന പാലിന് പൈസ കൊടുക്കണം, ഇലക്ട്രിസിറ്റി ബില്ലടിക്കണം, ഗ്യാസിൻ്റെ പൈസയുണ്ട്, ഇതെല്ലാം കണ്ടെത്തും. പ്രിയപ്പെട്ടവരെ, ഒരു കാൽക്കുലേഷൻ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടായാൽ കിട്ടുന്ന ആ സംഖ്യ അതെത്രയായാലും അതെങ്ങനെയാണ് വിനിയോഗിക്കേണ്ടതെന്നുള്ള ഒരു പ്ലാനിങ് ഉണ്ടായാൽ ഈ സ്ട്രെസ്സ് മാറ്റിവെക്കുവാനായിട്ട് സാധിക്കും. സ്നേഹമുള്ളവരെ, ഈ ഒരു അവസ്ഥയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചിലർ പറയാറുണ്ട്, അച്ചോ ചില പാപങ്ങൾക്ക് അടിമപ്പെട്ടു പോയി, അതിൻ്റെ അകത്തുനിന്ന് മോചനമില്ലേ എന്ന് പോലും ചിന്തയുണ്ട്. കാരണം എന്താ? നൈമിഷിക സുഖങ്ങൾ നൽകുന്ന പാപങ്ങളിലേക്ക് അടിമപ്പെട്ടു പോയി. പലപ്പോഴും ഉപേക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ആ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ, ആ വലിയ അടിമത്തങ്ങളിലൂടെ കടന്നുപോയ ആ വ്യക്തികൾ, ഇത് അവർ പലപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്, അവർക്കും ഇതിനെ ഓവർകം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? കാരണം ചില തെറ്റുകൾ ബോധപൂർവമാണ് ആദ്യം ചെയ്യുവാനായിട്ട് തുടങ്ങുന്നത്. ബോധപൂർവം ചെയ്തു, ഇത് ചെയ്താൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയാം, പക്ഷേ ബോധപൂർവം ചെയ്തു. പിന്നെ അടിമത്തങ്ങളിലേക്ക് പതുക്കെ പതുക്കെ വഴുതി മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരിക, ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് മോചനം തരുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയെയും കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾ, സ്ട്രെസ്സ്, ടെൻഷൻ ഇവയെല്ലാം അങ്ങ് ഏറ്റെടുക്കണമേ. ഞങ്ങളെ തന്നെ നിയന്ത്രിക്കുവാൻ ഈശോയെ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. അങ്ങ് ഞങ്ങളുടെ നിയന്ത്രണം, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കണമേ. ആമേൻ.